അസ്സലാമലൈക്കും. ഇന്നൊരു മഞ്ഞൾ വിളവെടുപ്പ് തൊട്ടിട്ട് മഞ്ഞളിൻ്റെ ക്ലീനിങ്, കട്ടിങ്, ഉണക്കൽ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾ ഇത് നമ്മൾ ഇത് കഴിഞ്ഞ വർഷം നട്ട മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചേ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വിത്ത് കിട്ടിയ അത്ര തന്നെയുള്ളൂ കേട്ടോ. എന്നാലും നട്ടതിൽ നമ്മൾ കുറച്ച് ഒരു 6 ചാക്കിൽ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറേ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ നല്ലോണം പരിപാലിച്ചിട്ടൊന്നുമില്ല. ഇത് നടുന്ന ടൈമിൽ ഇട്ടുകൊടുത്ത വളമോ പിന്നെ ആ കുറച്ച് ടൈമിൽ നനവ് ഒക്കെ ഉള്ളൂ. പിന്നെ ഇതിന് നനവ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, വളമൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. നടുന്ന ടൈമിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ചാക്കിൽ മണ്ണ് പകുതി വരെ നിറക്കുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് ഞാൻ കരിയിലാണ് ഇട്ടിട്ടെടുത്തത്. കരിയില വെച്ചാൽ ഇവിടെ കുറേ സീമക്കൊന്നൻ്റെ ഇല ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഇല അടിയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പകുതി വരെ ചാക്കിൻ്റെ പകുതി വരെ മണ്ണ് നിറച്ചിട്ട് അതിൽ ഈ വിത്തൊന്ന് പാകി വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മാസമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ മഴക്കാലമായി, പിന്നെ നനയ്ക്കലും ഇല്ല, പിന്നെ ഇത് നോക്കലേ ഇല്ല കേട്ടോ. അതിനോണ്ടാണ് ഇതിങ്ങനെ കാടിൻ്റെ ഉള്ളിലേഞ്ഞ് ഇതുണ്ടായിഞ്ഞ് ചാക്കൊക്കെ. അപ്പോൾ കാടൊക്കെ വെട്ടി തെളിച്ച് ഇതിപ്പം നമ്മൾ വിളവെടുക്കാനായിട്ട് ചാക്കൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചതാട്ടോ. കാട്ടിൻ്റെ ഉള്ളിലേഞ്ഞ് ചാക്കൊക്കെ. എന്നാലും നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നന്നായിട്ട് വിത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ തീരെ പരിപാലിക്കൊന്നും ചെയ്യാണ്ട് നമുക്ക് കിട്ടിയതല്ലേ. അപ്പോൾ അത് നല്ല ലാഭമായിട്ടാണ് തോന്നിയത്. നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഉണക്കി പൊടിപ്പിച്ചെടുക്കുക, അത്ര തന്നെ. പുറത്തുനിന്ന് നമ്മൾ വെറുതെ നമ്മൾ വെറുതെ മരുന്നടിച്ചിട്ടുള്ള മഞ്ഞളൊന്നും വാങ്ങി വെറുതെ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ ഇങ്ങനെ കുറച്ച് കരിയില ആക്കിയിട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് കുറച്ച് നനയ്ക്കുകയും ചെയ്താൽ മതി കേട്ടോ. പിന്നെ വിചാരിച്ചാൽ ഈ മഞ്ഞൾ കൃഷിക്ക് അധികം നമ്മൾ മെനക്കേടൊന്നും വേണ്ട കേട്ടോ. എപ്പോഴും നനച്ചു കൊടുക്കുക, പിന്നെ വളം ഇട്ട് കൊടുക്കുക. അങ്ങനെയൊന്നും വളമൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇതിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും. ഇനി കുറേ വിത്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ ശ്രദ്ധിക്കാത്തതിനോണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര കുറഞ്ഞു പോയത്. ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ. നമുക്ക് പഞ്ചായത്ത് കിട്ടിയ വിത്ത് നട്ടതാണ് കേട്ടോ. ചാക്കിൽ നമ്മൾ നട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് നിങ്ങൾ കണ്ടില്ലേ. ഇത് നമുക്ക് വിളവെടുക്കുന്ന ടൈമിൽ ഇത് സുഖമാണ് കേട്ടോ. നമുക്കിതാ ഇങ്ങനെ ഒരു മറിച്ചിട്ടാൽ മതി. നമുക്കിത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് നിലത്താണ് നമ്മളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊത്തി കൈക്കോട്ടൊക്കെ ഉപയോഗിച്ച് കൊത്തിയെടുത്ത്, ഈ ചാക്കിൽ കുറച്ച് കുറവാണ് കേട്ടോ, കൊത്തിയെടുത്ത് നമ്മൾ നല്ലോണം അധ്വാനിക്കണം ഈ വിത്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ചാക്കിലായതുകൊണ്ട് ചാക്ക് ഇങ്ങോട്ട് മറിച്ചെടുത്താൽ ആ മണ്ണ് നമുക്ക് ഇനി അടുത്ത കൃഷിക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ചാക്കൊന്നിനും പറ്റൂല കേട്ടോ. ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. ചാക്കൊന്ന് മാറ്റിയെടുക്കണം. ഈ ചാക്കിൽ കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഓരോ ചാക്കിലും നടുന്ന ടൈമിൽ ഓരോ വിത്തൊക്കെ പാകിയിട്ടുള്ളൂ കേട്ടോ. വലിയ വിത്തുള്ളത് ഞാൻ ഓരോ വിത്താണ് പാകിയിട്ടുള്ളത്. അപ്പം അതിൽ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെറിയ വിത്ത് ഞാൻ കുറച്ച് വായുവട്ടമുള്ള കവറിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കുറേ 5-6 വിത്ത് ചെറുത് 5-6 വിത്ത് ഒരുമിച്ച് വെച്ചെടുത്താണ്. പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓരോന്ന് നട്ടതാണ്. ഇതിലൊക്കെ കുറവായിട്ടാണ് കാണുന്നത്. ഇത് അടുത്ത ചാക്ക് എടുക്കുകയാണേ. അതിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ തുറന്നതിലാണ് പറ്റ കുറവായിട്ട് തോന്നിയത്.
എന്തായാലും ഇത് നമ്മൾ പുഴുങ്ങാതാണ് കേട്ടോ ഇത് നമ്മൾ ഉണക്കുന്നത്. പുഴുങ്ങാതെ ഉണക്കിയെടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴുങ്ങാതെ നമ്മൾ ഇതെന്താ വെച്ചാൽ നമ്മൾ തന്നെ നടുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജൈവവളം രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, മരുന്നടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പുഴുങ്ങിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ ഒരു 4-5 വർഷം മുന്നേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിനി. പുഴുങ്ങാതെ ഇങ്ങനെ ചീന്തിട്ടിട്ട്, അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഉണക്കിയിട്ടുണ്ടായിനി. പക്ഷെ കുറച്ച് ടൈം എടുക്കും ഉണങ്ങാൻ, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും ആ പൊടിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ, നല്ല കളറ് കിട്ടും. എന്താ വെച്ചാൽ ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ സത്തൊന്നും പോയി പോകുന്നൊന്നുമില്ലല്ലോ. നമ്മളെ ആവശ്യത്തിന് തന്നെ നമ്മൾ തന്നെ നട്ടതാവുമ്പോൾ അതിൻ്റെ കീടങ്ങളൊന്നും പോകാനും ഒന്നുമില്ലല്ലോ. അപ്പം നമ്മളിത് പുഴുങ്ങിയാൽ തന്നെ നമ്മളതിൻ്റെ സത്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അങ്ങനെ പോക്കേണ്ട ആവശ്യമില്ലല്ലോ. പുഴുങ്ങാതെ ഇങ്ങനെ ചീന്തി എടുത്തിട്ട് ഇത് കഴുകി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളിത് തൊലിയൊന്നും കളയുന്നൊന്നുമില്ല. ഇനി ഇതിങ്ങനെ തന്നെ ഒറ്റ ചീന്തുന്നുള്ളൂ കേട്ടോ. അതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണേ. അതൊന്ന് ഉണക്കം വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ എത്ര ടൈം എടുക്കും ഉണങ്ങാനൊന്നും അറിയില്ല, കുറച്ച് ടൈം എടുക്കുമോ. പുഴുങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കം പിടിക്കും കേട്ടോ. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും എല്ലാവരും പുഴുങ്ങുന്നത്. പക്ഷെ ഞാനിതിൻ്റെ സത്ത് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് നല്ല കളറും കിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. മഞ്ഞൾ കൃഷി ഉള്ളവർ ഇങ്ങനെ പുഴുങ്ങാതെ ചെയ്ത് നോക്കിട്ടോ. ഇപ്പം നല്ല വെയിലാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ ചീന്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനേക്കൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ എന്തായാലും ഉണങ്ങി കിട്ടാൻ മതിയോ. നല്ല വെയിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വാർപ്പിൻ്റെ മുകളിൽ ഇട്ടാൽ മതിയല്ലോ, എടുത്തൊക്കെ ഒന്നും വേണ്ടല്ലോ, ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലല്ലോ. അതിനോണ്ട് ഇനി ഉണക്കാൻ പിടിക്കുന്ന ടൈമിൽ എടുക്കുന്നേ ഉള്ളൂ. വാർപ്പിൻ്റെ മുകളിൽ അവിടെ ഇട്ട് വെച്ചതാട്ടോ. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. നല്ല ഓറഞ്ച് കളറുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിന്. ഇത് നാടനായതുകൊണ്ടായിരിക്കും നല്ലൊരു സ്മെല്ല്. ഇത് നമ്മൾ വിളവെടുക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാകും നല്ലൊരു സ്മെല്ല്. ഇതാ കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാനിത് ഉണക്കാനിടാണ് കേട്ടോ. വാർപ്പിൻ്റെ മുകളിലെത്തി. ഇനി ഇത് ഉണക്കാനിട്ടിട്ട് ഇനി ഇത് ഉണങ്ങുന്ന അന്നേ ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളൊന്നിങ്ങനെ ചെയ്ത് നോക്കട്ടോ. പുഴുങ്ങാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. മഞ്ഞൾ കൃഷി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ തന്നെ നട്ടതാവുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നതിനോട് ഒരു കുഴപ്പമില്ല. നമുക്കിതിൻ്റെ ഗുണം നഷ്ടപ്പെടാണ്ട് കിട്ടുകയുള്ളൂ കേട്ടോ. നല്ല കളറും കിട്ടും മഞ്ഞൾപ്പൊടിക്ക്. നോമ്പാവുമ്പോഴത്തേന് ഇത് ഉണങ്ങട്ടെ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.